നമസ്കാരം. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ രാഷ്ട്രീയ ശരശയ്യ തീർത്ത സംഭവമായിരുന്നു സോളാർ കേസിലെ അന്വേഷണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ജോപ്പനെ ഹേമേന്ദ്രന് കീഴിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തിരുവഞ്ചൂരിനെ അന്ന് പ്രതിസന്ധിയിലാക്കിയിരുന്നു. എ ഗ്രൂപ്പിൽ നിന്നും കടുത്ത പ്രതിഷേധം അതിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ജോപ്പന്റെ അറസ്റ്റ് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂരിന് നഷ്ടമാക്കിയതിന് പിന്നിൽ. പിന്നീട് രമേശ് ചെന്നിത്തലയെയാണ് ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചത്. ജോബിനെ അറസ്റ്റ് ചെയ്ത കാര്യം അന്ന് സോളാർ അന്വേഷണ സംഘത്തെ നയിച്ച ഹേമേന്ദ്ര ചന്ദ്രൻ തന്നെ അറിയിച്ചില്ലെന്നാണ് തിരുവഞ്ചൂർ പിന്നീട് പരസ്യമായി വെളിപ്പെടുത്തിയത്. ഈ വിവാദ സംഭവത്തിൽ വീണ്ടും വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഇപ്പോൾ സ്പീക്കറായ തിരുവഞ്ചൂർ. അന്ന് ജോബിന്റെ അറസ്റ്റ് അനിവാര്യമായിരുന്നുവെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. ആഭ്യന്തര മന്ത്രിയായ തന്നെ അറിയിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നുവെന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നാണ് ഹേമേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ഹേമചന്ദ്രൻ വിശദീകരിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ ആ അറസ്റ്റ് അനിവാര്യമായിരുന്നുവെന്ന് തനിക്ക് ബോധ്യമായെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. ഹേമചന്ദ്രൻ കാരണമില്ലാതെ അത് ചെയ്യില്ല, ജോപ്പന്റെ അറസ്റ്റ് താൻ അറിഞ്ഞിരുന്നില്ല, എന്നാൽ വ്യക്തമായ കാരണം ഉള്ളതുകൊണ്ടാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വിദേശത്തു നിന്നും എത്തിയ ഉടൻ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് ഇക്കാര്യം അദ്ദേഹത്തെ 2 DGPമാർ നേരിട്ട് ചെന്ന് ബോധിപ്പിച്ചിരുന്നു, തിരുവഞ്ചൂർ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സംസാരിച്ചിട്ടില്ല. എന്നാൽ DGPമാരുടെ വിശദീകരണത്തിൽ ഉമ്മൻചാണ്ടി തൃപ്തനായിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേശകനാണ് ഹേമേന്ദ്രൻ. അദ്ദേഹം ഒരു കാരണവുമില്ലാതെ അത് ചെയ്യില്ലെന്നും തിരുവഞ്ചൂർ പറയുന്നു. UDFന് ഭരണനഷ്ടത്തിന് വെച്ച വിവാദ കേസിലാണ് തിരുവഞ്ചൂരിന്റെ വെളിപ്പെടുത്തൽ. സോളാർ കേസ് വന്ന ശേഷം തുടർച്ചയായി 10 വർഷമാണ് UDFന് കേരളത്തിൽ ഭരണനഷ്ടം വന്നത്. ഉമ്മൻചാണ്ടിക്കും സോളാർ കേസും സരിതയുടെ വെളിപ്പെടുത്തലുമെല്ലാം വലിയ തിരിച്ചടിയായി. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും തുടരാൻ കഴിയാത്ത മാനസിക അവസ്ഥയിലായിരുന്നു ഉമ്മൻചാണ്ടി. രമേശ് ചെന്നിത്തലയാണ് പിന്നീട് പ്രതിപക്ഷ നേതാവായത്. പക്ഷേ മരിക്കും മുൻപ് ഈ കേസിൽ CBI കുറ്റവിമുക്തനാക്കിയ കാര്യം ഉമ്മൻചാണ്ടിക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും സോളാർ കേസിന്റെ അരയൊലികൾ ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ നിന്നും അസ്തമിക്കില്ല. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് ഇപ്പോഴുള്ള തിരുവഞ്ചൂരിന്റെ വെളിപ്പെടുത്തലും.